ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഈ ചാനലിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഒരിക്കൽ കൂടി ഉയർത്തുവാൻ, എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ കർത്താവ് നൽകി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് സക്കീന എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ വെള്ളിമാടുകുന്ന് എന്ന സ്ഥലത്ത് ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ, എനിക്ക് 5 വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെ പിതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഉമ്മയും ഞങ്ങൾ 3 മക്കളുമാണ്. എൻ്റെ മൂത്തത് ഒരു ചേച്ചി, ഒരു സഹോദരനും. ഞങ്ങൾ 3 മക്കളായിരുന്നു. ചെറിയ പ്രായത്തിൽ ഞങ്ങളൊരു കൂട്ടുകുടുംബമായിട്ടാണ് താമസിച്ചിരുന്നത്. എൻ്റെ ഉപ്പയുടെ 2 സഹോദരിമാർ, അവരുടെ മക്കൾ, ഉപ്പൻ്റെ അനിയന്മാർ, അവരുടെ മക്കൾ, അങ്ങനെ വലിയൊരു കൂട്ടുകുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർന്ന് എൻ്റെ ചെറിയ പ്രായത്തിലെല്ലാം ഞാൻ ജീവിച്ചു വന്നത്. അങ്ങനെ എനിക്ക് ചെറിയ പ്രായത്തിൽ 4ാം ക്ലാസ് വരെ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ, കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ആ സമയത്ത് തന്നെ യേശുവിനെ എനിക്ക് അറിയുവാൻ ഇടയായി. അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന നിലയ്ക്ക്. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവം, പിന്നെ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഒരുപാട് ദൈവങ്ങൾ, മുസ്ലിമായ എനിക്ക് അള്ളാഹു. ഇങ്ങനെയൊരു ജീവിത സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നതെങ്കിലും ഈ ചെറിയ പ്രായത്തിൽ 4ാം ക്ലാസ് വരെയുള്ള സമയത്ത് തന്നെ കാത്തലിക്സിൻ്റെ സ്കൂൾ ആയതുകൊണ്ട് അവരൊരു വേദപാഠം പഠിപ്പിക്കുമായിരുന്നു. ഈ സ്നേഹസേന എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ബുക്ക് തരും. പിന്നെ ഞായറാഴ്ചകളിൽ ഞങ്ങളെ അവരുടെ പള്ളിയിൽ ഒരു കാറ്റിസം എന്നാണ് അന്നതിന് പറഞ്ഞുകൊണ്ടിരുന്നത്, വേദപാഠ പഠനം. അതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചിരുന്നു. അന്ന് തന്നെ യേശു എന്ന ഒരു ദൈവമായിട്ടല്ല, ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശു എന്നെ വളരെ സ്വാധീനിച്ചിരുന്നു. എങ്കിലും കാലങ്ങൾ കടന്നുപോയി. ഇസ്ലാമിൻ്റെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി തന്നെ ഞാൻ വളർന്നു വന്നു. അങ്ങനെ 1993 എൻ്റെ വീടിനടുത്ത് ഒരു പെന്തക്കോസ് ഫാമിലി താമസത്തിന് വരുവാനിടയായി. അന്ന് അവർ പെന്തക്കോസ് ആണെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ അവരെ പറഞ്ഞത് കാതിലും കഴുത്തിലിടാത്ത ആളുകളെന്നാണ്. കാരണം അന്ന് വരെയും അങ്ങനെ ഒരാളുകളെ ഞങ്ങൾ കണ്ടിട്ടില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ കാത്തലിക്സ് എന്നൊരു വിഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഇതിന് ഒരുപാട് വിഭാഗങ്ങളുണ്ടെന്നൊക്കെ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അന്ന് വരെ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ വീടിനടുത്തൊരു ചേട്ടനും ചേച്ചിയും സ്ഥലം വാങ്ങി വീട് വെച്ചു താമസിച്ചു. അവരിൽ ഞങ്ങൾ കണ്ട പ്രത്യേകത, ആ ചേച്ചി ഒരു ഓർണമെൻറ്റ്സ് ഉപയോഗിച്ചിരുന്നില്ല. അന്ന് ഞങ്ങൾ പറഞ്ഞു കാതിലും കഴുത്തിലിടാത്തൊരു ചേച്ചി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീടാണ് പെന്തക്കോസ് എന്നാണ് അവരുടെ ആ മതവിഭാഗത്തിൻ്റെ പേരെന്നൊക്കെ മനസ്സിലായത്. അവരും ഞങ്ങളും തമ്മിൽ വളരെ അടുപ്പത്തിലായി. കാരണം ആ ചേട്ടൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങളുടെ വീടിനടുത്തുള്ള വെള്ളിമാടുകുന്ന് എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നത്. അവിടെ ഒരു നിർമ്മല ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റലുണ്ട്. അവിടുത്തെ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്ത ചേട്ടനാണത്. അന്ന് ഞങ്ങൾക്കറിയാം. ആ ചേട്ടൻ കല്യാണം കഴിച്ചപ്പോഴാണ് ഞങ്ങളുടെ വീടിനടുത്ത് താമസത്തിന് വന്നത്. പക്ഷേ അവർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞുണ്ടായില്ല. 15ാമത്തെ വർഷം അവർക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി. അതും 2 പേർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് അവർ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു. കാരണം ആ ചേട്ടന് ബ്രെയിൻ ട്യൂമറിൻ്റെ വലിയൊരു ഓപ്പറേഷൻ നടന്നു. തിരുവനന്തപുരത്തൊരു ശ്രീചിത്ര ഹോസ്പിറ്റലിൽ വെച്ച്. ചേച്ചിക്കും എന്തോ കുഴപ്പമായിരുന്നു, എന്താണെന്നറിയില്ല. എന്തായാലും 2 പേർക്കും കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ അവർ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ആ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സക്കീന, ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരും. അവരുടെ വിശ്വാസത്തെ മാനിച്ച് 15ാമത്തെ വർഷം ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു. ആ മോളിന്ന് വളർന്ന് വലുതായി തിരുവനന്തപുരത്തേക്ക് അവളെ വിവാഹം കഴിച്ചു. ടെക്നോ പാർക്കിൽ അവളിന്ന് ജോലി ചെയ്യുന്നു. കുടുംബമായൊരു സന്തോഷമായിരിക്കുന്നു. അപ്പോൾ അവർക്ക് ആ കുഞ്ഞുണ്ടായ ആ കാര്യം അതെൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനിടയായി. അത് മാത്രമല്ല, അവരവിടെ താമസത്തിന് വന്ന സമയം മുതൽ അവരുടെ വീടുകളിൽ പ്രാർത്ഥന, എല്ലാ വീടുകളിലും അവർക്ക് പ്രാർത്ഥനയുണ്ട്. അവരുടെ വീട്ടിലും പ്രാർത്ഥന വയ്ക്കും. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. എൻ്റെ വീടിൻ്റെ ഹാളിൽ നിന്ന് നോക്കിയാൽ അവരുടെ വീടിൻ്റെ ഹാള് കാണാം. അത്രയ്ക്ക് അടുത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ വീട്ടിലെ എല്ലാ പ്രയറിനും ഞാൻ പങ്കെടുക്കുമായിരുന്നു. കാരണം ആ ചേച്ചിക്കൊരു ഹെൽപ്പ് എന്ന നിലയ്ക്കാണ് ഞാൻ പോകുന്നത്. അവർക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുക. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് ഓരോന്നും ഞാൻ സഹായിച്ചു കൊടുക്കും. അതെല്ലാം കഴിയുമ്പം അവരുടെ കൂടെ ഞാൻ പ്രാർത്ഥനയ്ക്കിരിക്കും. ഇങ്ങനെ അവരുടെ ആ പാട്ടും പ്രാർത്ഥനയും എന്നെ വല്ലാതെ ആകർഷിച്ചു. അപ്പോൾ ഞാൻ അവരോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ ബൈബിൾ എനിക്കൊന്ന് വായിക്കാൻ തരുമോ? ഞാൻ ചോദിക്കാൻ കാരണം, ഞങ്ങൾ ഖുറാൻ മറ്റുള്ളവരെ കൊണ്ട് തൊടിക്കില്ല. ഖുറാൻ വെറുതെ ഇങ്ങനെ എപ്പോഴും പോയെടുത്ത് ഞങ്ങൾ വായിക്കില്ല. അത് ഉതുവെടുത്ത് വളരെ ഭയഭക്തിയോടെയാണ് തുറന്ന് വായിക്കുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, വായിക്കുന്നതിന് ഒരു കുഴപ്പമില്ല സക്കീന, നിനക്ക് എപ്പം വേണേലും വായിക്കാം. അപ്പോൾ അവരുടെ രാത്രിയിലെ പ്രാർത്ഥനയിൽ അവർ ബൈബിൾ എടുത്ത് ഓരോ അധ്യായം വായിക്കുമ്പോൾ എനിക്കും വായിക്കാൻ തരും. ഞാനത് വായിക്കും. യോഹന്നാൻ്റെ സുവിശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ബൈബിളിൽ വായിച്ചത്. ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ട്. വളരെ സന്തോഷമായിരുന്നു. അത് ഓരോ വചനവും എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതിനിടയ്ക്ക് ഞാൻ പറയട്ടെ, അവർ ഗർഭിണിയായി കഴിഞ്ഞപ്പം, കുറച്ച് ലേറ്റായിട്ടുണ്ടായ പ്രഗ്നൻസി ആയതുകൊണ്ട് അവർക്ക് ശരീരം അധികം ഇളകരുതെന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ അനിയത്തിയെ അവരെ ശുശ്രൂഷിപ്പാൻ
അവിടെ കൊണ്ടുവന്നു. അവർ വയനാട്ടിലാണ്, അനിയത്തിയെ വയനാട്ടിൽ നിന്നാണ് ഈ ശുശ്രൂഷയ്ക്കായി കൊണ്ടുവന്നത്. അവളും ഞാനും സമപ്രായക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ അടുത്തു. അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ ഞാൻ നിസ്കരിക്കാൻ പോകും. ഒരു ദിവസം ഞാൻ നിസ്കരിച്ച് വന്നപ്പോൾ അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു, സക്കീന, നീ 5 നേരം തലയും കുത്തി മറിഞ്ഞാലൊന്നും നീ സ്വർഗ്ഗത്തിൽ പോവുകയില്ല. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ? സ്വർഗ്ഗത്തിൽ പോകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അത് നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക്, ഞങ്ങൾ മുസ്ലിംസിന് ഈ നിസ്കാരവും നോമ്പും ഇതൊക്കെയാണ്. അപ്പോൾ അവൾ പറഞ്ഞ, അല്ല, സകല മാനവജാതിക്കും രക്ഷിക്കപ്പെടുവാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ, ഈ കർത്താവായ യേശു ക്രിസ്തു. അപ്പം ഈ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഖുർആൻ പറയുന്ന സ്വർഗത്തിൻ്റെ മനോഹാരിതയും നരകത്തിൻ്റെ ആ ഭീകരതയും ഗ്രഹിച്ച ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏത് വിധേനെങ്കിലും സ്വർഗത്ത് പോകണം. ചെറിയ പ്രായം മുതലേ എൻ്റെ ആഗ്രഹവും അതുതന്നെയായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്ത് പോകണം. പക്ഷേ ഇവൾ എന്നോട് പറയുകയാണ്, എൻ്റെ 20ാമത്തെ വയസ്സിൽ, നീ ചെയ്യുന്ന ഒരു ആചാരം കൊണ്ടും നീ സ്വർഗത്ത് പോവുകയില്ല, അതിന് കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, എനിക്ക് സ്വർഗത്ത് പോകണമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അതിനെന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ കർത്താവിൽ വിശ്വസിക്കണം. ആ സമയം ചേച്ചിക്ക് അപ്പോഴേക്ക് മാസങ്ങൾ കടന്നുപോയി, ചേച്ചി പ്രസവിക്കാനുള്ള ഡേറ്റായി. ചേച്ചിയെ നിർമ്മല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, സിസേറിയൻ ആയിരുന്നു. ആ സമയത്ത് അവിടെ ഒരു ചർച്ചിൽ ഉപവാസം നടന്നുകൊണ്ടിരിക്കുക. അവിടെയല്ല, കോഴിക്കോട് ടൗണിലുള്ള എക്ലീഷ്യ ചർച്ച് ഓഫ് ഗോഡ് സ്റ്റേഡിയത്തിനടുത്ത് അവിടെ ഒരു ഉപവാസം നടക്കുകയാണ്. അപ്പം ഞാൻ അന്ന് വരെ പെന്തക്കോസ്റ്റ് ചർച്ചിൽ ഞാൻ പോയിട്ടില്ല. ഇവരെ വീടുകളിൽ പോകും, ആ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമെന്നല്ലാതെ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടി, ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്, നമുക്ക് പോയാലോ? ഞാൻ പറഞ്ഞു, പോകാം. അങ്ങനെ ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ ഫുഡും ഡ്രസ്സൊക്കെ കൊടുക്കാൻ പോകുന്ന വഴിക്ക് അവിടെ പോയതാണെന്ന വ്യാജേന ഞങ്ങൾ ആ ചർച്ചിൽ പോയി. ചർച്ചിൽ പോയപ്പോൾ അവിടെ അന്ന് ഒത്തിരി പേരുണ്ട്, എല്ലാ ആഭരണം ഇടാത്ത ആളുകൾ. ഞാൻ മാത്രം കമ്മലും മാലയൊക്കെ ഇട്ട്, ഞാൻ വേഗം ഷാൾ കൊണ്ട് തലയൊക്കെ നല്ലപോലെ മറിച്ച് പിടിച്ചിങ്ങനെ ഇരുന്നു. പക്ഷേ അന്ന് അവിടെ ശുശ്രൂഷയ്ക്ക് വന്ന ദേവദാസൻ എൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ അനേകരുടെ മധ്യേ കർത്താവിൻ്റെ സാക്ഷിയാവും. അന്നിതെനിക്ക് മനസ്സിലായില്ല. ഇന്ന് ഓരോ സ്ഥലത്ത് സാക്ഷ്യം പറയുമ്പോഴും, ഇപ്പോഴും ഈ മൈക്കിൻ്റെ മുമ്പിലിരുന്ന് സാക്ഷ്യം പറയുമ്പോഴും കർത്താവ് എന്നോട് സംസാരിച്ച വചനം ഞാൻ ഓർക്കും, നീ അനേകരുടെ മധ്യേ എൻ്റെ സാക്ഷിയാവും. എത്രയോ സ്റ്റേജുകളിൽ ഞാൻ കർത്താവിൻ്റെ സാക്ഷ്യം പറഞ്ഞു. അതിനുള്ളൊരു ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. എന്നാൽ അന്നത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് ഞാനത് മനസ്സിലാക്കി. അന്ന് അദ്ദേഹം സംസാരിച്ച് ശുശ്രൂഷിച്ചത് മുഴുവനും എന്നോടായിരുന്നു. അവസാനം എന്നോട് പറഞ്ഞു, കർത്താവും രക്ഷിതാവുമായ ആരെങ്കിലും കർത്താവിനെ സ്വീകരിക്കാതെ ഇന്ന് ഇവിടെ ആയിരിക്കുന്നെങ്കിൽ ഏറ്റു പറയണം. അത് ഞാൻ മാത്രമേ അവിടെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഞാൻ സ്വർഗത്ത് പോകുകയല്ലേ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇല്ല, നീ ഒരു കാര്യം കൂടെ ചെയ്യണം. അയച്ചാൽ എന്താ ഞാൻ ഇനി ചെയ്യേണ്ടത്? അപ്പോൾ അവൾ പറഞ്ഞു, സ്നാനപ്പെടണം. അപ്പം സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പം എനിക്ക് അന്ന് സ്നാനത്തെക്കുറിച്ചുണ്ടായിരുന്ന അറിവ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ എന്നോട് പറഞ്ഞത് ഒരു ജോഡി ഡ്രസ്സ് മതിയെന്നാണ് സ്നാനപ്പെടാൻ. ഞാൻ ചോദിച്ചു, അതെന്താ? അപ്പം പറഞ്ഞത്, നീ ഇട്ട ഡ്രസ്സ് നനഞ്ഞു പോകും വെള്ളത്തിൽ മുങ്ങിയിട്ട്, പകരം മാറിയിടാൻ ഒരു ജോഡി ഡ്രസ്സ്. അപ്പോൾ ഞാനോർത്ത് ഒത്തിരി ഡ്രസ്സുണ്ട്, അപ്പോൾ ഒരു ജോഡി ഡ്രസ്സിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. എനിക്ക് എൻ്റെ മനസ്സിൽ അന്ന് മറ്റൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം, അതിന് ഏത് വഴി സ്വീകരിച്ചാലും കുഴപ്പമില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണമെങ്കിൽ സ്നാനപ്പെടണം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇത് കഴിയുമ്പോൾ സ്നാനം നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അത് പറഞ്ഞപ്പോൾ അവിടെ സ്ഥിരം പാസ്റ്റേഴ്സ് വരും. ഈ ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് സുഖമില്ലാതെയാവും, പുള്ളിക്ക് ഒരു ബ്രെയിൻ ട്യൂമറിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരും. ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാതെ വരുമ്പോൾ പാസ്റ്റർ അന്വേഷിച്ച് വരുമ്പം അവർ ഹോസ്പിറ്റലിലാണെങ്കിൽ നേരെ ഞങ്ങളെടുത്ത് വരും, ഞങ്ങളെ വീട്ടിൽ വരും. എൻ്റെ ഉമ്മ ഒരു പാവ ഉമ്മയായിരുന്നു. ഉമ്മയ്ക്ക് ഒരു മതക്കാരി ഉമ്മ തള്ളിക്കളയല, എല്ലാവരോടും ബഹുമാന. പാസ്റ്റർ ഞങ്ങളെ വീട്ടിൽ വരുമ്പം ഉമ്മ പറയും, അവർ ദാഹിച്ച് വരുന്നതായിരിക്കും. ഇന്നത്തെ പോലെ അങ്ങനെ വാഹന സൗകര്യമൊന്നും ഇല്ല. ഞാൻ പറയുന്ന കാര്യം 10-32 വർഷങ്ങൾക്ക് മുമ്പ്. ഉമ്മ വേഗം എന്ത് ചെയ്യും, അദ്ദേഹത്തിന് ചായയൊക്കെ കൊടുക്കും, അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കും, പോകും. വളരെ സ്നേഹത്തിലായിരുന്നു. അപ്പം ഈ വിവരം അവൾ പാസ്റ്ററോട് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ കളിക്കുന്ന കളിയല്ല ഇത്, മുസ്ലിംസിൻ്റെ കോട്ടയാണ്, അവർ നമ്മളുടെ പ്രവർത്തനം വരെ നിർത്തിച്ച് കളയും, ഇത് നിസ്സാര കാര്യമല്ല. ഞാൻ പറഞ്ഞു. അപ്പോഴേക്ക് ഞാൻ ബൈബിൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അവൾ എനിക്ക് ബൈബിൾ വായിക്കാൻ തന്നു. ഞാനിങ്ങനെ വായിച്ച് പണ്ടും ഒരുപാട് വായിക്കുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. ഒത്തിരി ഞാൻ വായിക്കുമായിരുന്നു. പക്ഷെ വായിക്കുന്നത് മൊത്തം ഈ ലോകപരമായ നോവലുകളും കഥകളൊക്കെയാണെന്ന് മാത്രം. അങ്ങനെ ഒരിക്കൽ ഞാൻ അവളോട് ഒന്നും വായിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞതാണ്, നീ ഇത് വായിക്കുമെന്ന് പറഞ്ഞ് ബൈബിള് തന്നു. ഞാനത് മെനക്കെട്ടിരുന്ന് വായിക്കുമായിരുന്നു. വായിച്ച് ഒരുപാട് ഭാഗങ്ങൾ ഞാൻ ബൈഹാർട്ടാക്കി വെച്ചു. അപ്പം പാസ്റ്റർ എന്നോട് പറയുക, നിൻ്റെ സ്നാനപ്പെടുത്തിയാൽ
വളരെ പ്രശ്നം ഇവിടെ ഉണ്ടാവും. ഞാനതൊന്നും വകവെച്ചില്ല. ഞാൻ ചോദിച്ചു, പാസ്റ്റേ ഫിലിപ്പോസും ഷണ്ണനും കൂടെ പോകുമ്പം വെള്ളം കണ്ടപ്പം ഷണ്ണൻ പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനപ്പെടുന്നതിന് എന്ത് തടസ്സം? ഫിലിപ്പോസ് പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം, അങ്ങനെയാണെങ്കിൽ എന്നെ സ്നാനപ്പെടുത്തണ്ടേ? ഞാൻ സ്നാനപ്പെടുത്താതെ മരിച്ചുപോയാൽ, സ്നാനപ്പെടാണ്ട് മരിച്ചുപോയാൽ എനിക്ക് സ്വർഗം നഷ്ടമാവില്ലേ? അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ രണ്ടും കൽപ്പിച്ചാണ്? ഞാൻ പറഞ്ഞു, രണ്ടും കൽപ്പിച്ച്, എനിക്ക് സ്നാനപ്പെട്ടേ മതിയാവും. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ സ്നാനം നടത്തി. ഇന്നത്തെ പോലെ മൊബൈലൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടമാണ്. എൻ്റെ ചേച്ചി അപ്പോഴേ കല്യാണം കഴിച്ചിരുന്നു. ചേച്ചിയുടെ ഭർത്താവ് ഗൾഫിലാണ്, എൻ്റെ ആങ്ങളെ ഗൾഫിലാണ്, ആരുമില്ല. ഞാൻ വിചാരിച്ചത് ഇത് ആരും അറിയാതെ നടക്കുമെന്നാണ്. പക്ഷേ എൻ്റെ ഈ സ്നാന സമയത്ത് എൻ്റെ ആങ്ങളെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ പോകുന്നു, തിരിച്ചു വന്നു, സ്നാനം കഴിഞ്ഞ് വന്ന് കിടന്ന് ഞാൻ വീട്ടിലിങ്ങനെ കിടക്കുകയാണ്. അപ്പം എൻ്റെ മനസ്സിലേക്ക് എന്തോ ഒരു വിഷമം പോലെ, ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? അപ്പം ഞാൻ ഓർത്തു, സ്വർഗത്ത് പോകാനല്ലേ, കുഴപ്പമില്ല. എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ധാരണ, എനിക്ക് സ്നാനപ്പെട്ട് എൻ്റെ വീട്ടിൽ പഴയതുപോലെ താമസിക്കാം, ആരും അറിയില്ല, സ്വർഗത്ത് പോവുകയും ചെയ്യാമെന്നായിരുന്നു. പക്ഷേ എങ്ങനെയോ എൻ്റെ പള്ളിയിലെ ഉസ്താദ് അത് അറിയാൻ കാരണം, ഇവളൊരിക്കലും എന്നോട് പറഞ്ഞു, നീ അല്ലേ നിൻ്റെ ഉസ്താദിനോട് ഇങ്ങനെ ചോദിച്ചു നോക്ക്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലേ? അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് 1-2 വട്ടം ഓരോ സംശയങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അവർ കാഫ്രീങ്ങളാണ് സക്കീന, നമ്മളെ തെറ്റിക്കാൻ ശ്രമിക്കുന്നവരാണ്, നീ അവളുമായി കൂട്ടുകൂടരുതെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഒരു മറുപടി എനിക്ക് തന്നില്ല. പക്ഷെ ഞാൻ ഈ സ്നാനപ്പെട്ട വിവരം ഇദ്ദേഹം അറിയുകയും എൻ്റെ ആങ്ങളേനെ അറിയിക്കുകയും ചെയ്തു. പിന്നെ ആകെ ഞാൻ വിചാരിച്ചതിന് അപ്പുറത്തായി കാര്യങ്ങൾ. അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, എൻ്റെ കല്യാണം പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചു. എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ വിവാഹം ഞങ്ങളുടെ ഒരു ബന്ധു തന്നെയാണ്, ഒരകന്ന ആളുമായി പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിരുന്നു. പക്ഷേ ഞാനൊരു നിർബന്ധം പിടിച്ചിരുന്നു, എനിക്ക് പഠിച്ചേ മതിയാവും. എൻ്റെ കുടുംബത്തിൽ ഒരൊറ്റ കുട്ടി പഠിച്ചിട്ടില്ല. 7-8 ജയിക്കും, 13-ാം വയസ്സിൽ കല്യാണം നടക്കും. എൻ്റെ ഉപ്പൻ്റെ അനിയന്മാരും എൻ്റെ ചേച്ചിയും അടക്കം 7 പെൺകുട്ടികളുണ്ടായിരുന്നു. ആർക്കും പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ ആങ്ങളെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പ മരിച്ചുപോയി. എൻ്റെ ആങ്ങളേൻ്റെ സംരക്ഷണയിലായപ്പോൾ ഞാൻ ആങ്ങളേനോട് കരഞ്ഞു പറഞ്ഞതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ പ്രീ ഡിഗ്രിക്ക് പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നെ ഡിഗ്രിക്ക് പഠിപ്പിച്ചു. അന്നേ ആങ്ങളോട് ആൾക്കാർ പറഞ്ഞു, നീ ഇവിടെ പഠിപ്പിക്കുന്നതിൻ്റെ നാശത്തിലാണ്, കാരണം വഴിതെറ്റിപ്പോവും, മുസ്ലിംസ് കുട്ടികളധികം പഠിക്കരുത്. പക്ഷേ എൻ്റെ ആങ്ങളെ എന്നെ വിശ്വസിച്ചു, എന്നെ പഠിപ്പിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും ഇളകി. എൻ്റെ ആങ്ങളോട് പറഞ്ഞു, ഉടനെ അവളെ കെട്ടിക്കണം. ഉടനെ എൻ്റെ കല്യാണത്തിനുള്ള ക്രമീകരണങ്ങൾ അവർ നടത്തി. 1994 ജൂൺ മാസം 19-ാം തീയതി ഒരു ഞായറാഴ്ചയാണെന്ന് എൻ്റെ കല്യാണമാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അപ്പോഴേക്കും ഞങ്ങൾ വീട്ടുകാർ തമ്മിൽ തെറ്റി, വീട്ടുകാരും എൻ്റെ വീട്ടുകാരും തെറ്റി, ഞങ്ങൾക്ക് പരസ്പരം മിണ്ടാൻ പറ്റാണ്ടായി. ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളുടെ ഒരു സിറ്റുവേഷനില്ല. അവൾ എന്നോട് പറഞ്ഞു, സക്കീന, നിനക്ക് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ നീ ആ പയ്യനെ വിവാഹം കഴിച്ച് മുസ്ലിമായി ജീവിക്കുക, ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ നീ ബുധനാഴ്ച ജൂൺ 15 94 ജൂൺ 15 ഒരു ബുധനാഴ്ചയാണ്, നീ നിൻ്റെ വീട് വിട്ടു പോരുക, ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തോളും. ഞാൻ വളരെ ചുരുക്കി പറയട്ടെ, സമയത്തിൻ്റെ ചുരുക്കം മൂലം ഞാൻ മുൻപും പിൻപും നോക്കാൻ എനിക്കില്ലായിരുന്നു. എനിക്ക് വളരെ ഹൃദയത്തിലൊരാഗ്രഹം, എനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കണം, മറ്റൊന്നിനുമല്ല എനിക്ക് സ്വർഗത്തിൽ പോകണം, വേറെ ഒന്നിനും യാതൊരു കുറവുമെന്ന് എനിക്ക് എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ജീവിതം നയിച്ചാൽ സ്വർഗം കിട്ടുകയില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത്. അന്നും ഇന്നും കർത്താവ് പറഞ്ഞൊരു വാഗ്ദത്വമുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അന്നു മുതൽ ഇന്ന് വരെ കർത്താവ് എന്നെ ഉപേക്ഷിക്കാതെ വഴി നടത്തി. 94 ജൂൺ 15-ാം തീയതി ഞാൻ എൻ്റെ വീട് വിട്ട് ഇറങ്ങിപ്പോന്നു. കൈവിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് കൈവിട്ടില്ല. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കർത്താവ് തന്നു. എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആ സഹോദരിയുടെ സഹോദരനാണ് പാസ്റ്റർ റെജി സെബാസ്റ്റ്യൻ. ഞങ്ങളുടെ വിവാഹം നടക്കുവാനിടയായി. ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ കഴിഞ്ഞ് 27 വർഷമായിട്ടായിരിക്കാൻ ദൈവം സഹായിച്ചു. കർത്താവ് ഞങ്ങൾക്കൊരു മകളെ ദാനമായി നൽകി. ഈ ഇത്രത്തോളം കാലഘട്ടങ്ങൾ കഴിഞ്ഞ 32 വർഷം കർത്താവ് അനുഗ്രഹമായി തന്നെ ഞങ്ങളെ നടത്തി. ഒരിക്കൽ പോലും എൻ്റെ വീട്ടുകാരും കുടുംബക്കാരും ആ നാട്ടുകാരും മുഴുവനും എന്നെ ഉപേക്ഷിച്ചു. ഞാൻ വയനാട്ടിലേക്ക് പോരാനിടയായി. വയനാട്ടിൽ ഞങ്ങൾ 3 വർഷം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു. അതിനുശേഷം കണ്ണൂർ, കാസർഗോഡ്, തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങൾ, കർണാടക, അങ്ങനെ പലയിടങ്ങളിലായി കർത്താവിൻ്റെ വേല ചെയ്യാനിടയായി തീർന്നു. എനിക്കൊരു കാര്യമേ പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളൂ, മറ്റൊരുത്തനിലും രക്ഷയില്ല. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമമേ ഉള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ഈ ഭൂമിയിൽ നമുക്ക് എങ്ങനെയും ജീവിക്കാം, ദൈവത്തെ കൂടാതെയും ദൈവത്തോട് ചേർന്നും, ഏത് ദൈവത്തിൽ വിശ്വസിച്ചും. പക്ഷേ ഒരു നിത്യത നമുക്ക് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യത നമ്മൾ പ്രാപിക്കണമെങ്കിൽ, യുഗായുഗം കർത്താവിനോടുകൂടെ വസിക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ ആയുസ് 70, 80, 120 എത്രയോ ആകട്ടെ, അതിനുശേഷം നമുക്കൊരു ജീവിതമുണ്ട്. അത് നമ്മൾ എവിടെ ജീവിക്കണമെന്ന് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തീരുമാനിക്കണം. കർത്താവിനോട് കൂടെ നമുക്ക് വസിക്കണമെങ്കിൽ, യുഗായുഗം വസിക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കണം. അതിന് നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. എന്നെ ദൈവം നടത്തി തുടർന്നുള്ള നാളുകളിലും കർത്താവിൽ തന്നെ ആശ്രയിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെയും കുടുംബമായി സഹായിക്കേണ്ടതിനായി ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. ഈ ചാനലിലൂടെ ദൈവത്തെ സാക്ഷിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനും പ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസനും ഞാൻ നന്ദി പറയുകയാണ്.
ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ പലവിധ പ്രയാസങ്ങളാണ്. ഒരിടത്തും സമാധാനമില്ല, സന്തോഷമില്ല. മനുഷ്യർ ആത്മഹത്യയെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ കരകയറുമെന്ന് ഓർത്ത് വ്യാകുലപ്പെട്ട് നടക്കുന്നു. ഇതിനെല്ലാമുള്ള ഏക പരിഹാരം കർത്താവായ യേശു മാത്രമാണ്. കർത്താവ് പറഞ്ഞു, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ നിനക്ക് ലഭിക്കും. ഭൂമിയിൽ എന്തെല്ലാം കർത്താവിനെ പ്രതി ഞാൻ നഷ്ടമാക്കിയിട്ടുണ്ടോ അതെല്ലാം 100 ഇരട്ടിയായി എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട്. എൻ്റെ ഒരു സഹോദരനെയും സഹോദരിയെയും എൻ്റെ ഒരു മാതാവിനെയുമാണ് എനിക്ക് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ നാമത്തെ പ്രതി ഉപേക്ഷിച്ച് പോരേണ്ടി വന്നത് കോഴിക്കോട് നിന്ന്. എന്നാൽ അനേകം അമ്മമാരെ, എന്നെ സ്നേഹിക്കുന്ന അനേക അമ്മമാരെ, എന്നെ സ്നേഹിക്കുന്ന അനേക സഹോദരിമാരെ, അനേക സഹോദരന്മാരെ കർത്താവ് എനിക്ക് തന്നു. ഹല്ലേലൂയ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനിങ്ങനെ നടക്കുന്നു കാതിലും കഴുത്തിലും ഇല്ലാതെ? വാടകയ്ക്കാണ് നിങ്ങൾ ഇപ്പോഴും താമസിക്കുന്നത്, വാടക ക്വാർട്ടേഴ്സിലാണ്. അതിലൊന്നും എനിക്കൊരു പരാതിയോ ഒരു മനസ്താപം ഒന്നും വരെ ഉണ്ടായിട്ടില്ല. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിപ്പാൻ കർത്താവ് ഇടയാക്കിയിട്ടില്ല. ഞങ്ങളുടെ കുഞ്ഞിന് അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാവി കർത്താവ് കൊടുത്തു. അവളെ ഇംഗ്ലീഷ് മീഡിയം ഒരു സംഭവം കൂടെ ഞാൻ പറയട്ടെ. അവളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പൈസ ഇല്ലാതിരുന്നതാണ്. കർത്താവിൻ്റെ വേലയിൽ 19 വർഷക്കാലം ഗോസ്പൽ ഇൻ ആക്ഷൻ ഫെലോഷിപ്പ് എന്നൊരു സംഘടനയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അന്ന് അവൾ കുഞ്ഞായിരിക്കുമ്പോൾ 1000 രൂപ കിട്ടുന്ന അലവൻസിൽ 100 രൂപ ദശാംശം കൊടുത്ത് 900 രൂപ കൊണ്ട് ഒരു മാസം നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 270 രൂപ അവൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഫീസ് കൊടുക്കാനില്ലാഞ്ഞിട്ട് അവളെ ഞങ്ങൾ മലയാളം മീഡിയം സർക്കാർ സ്കൂളിലാണ് +2 വരെ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് BSc നഴ്സിങ്ങിന് വിട്ട സമയത്ത് അവൾ കരഞ്ഞുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഫോൺ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു, പപ്പ എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തത്? എനിക്കൊരക്ഷരം മനസ്സിലാവുന്നില്ല. ഈ മലയാളം മീഡിയത്തിൽ പഠിച്ച് വന്നതുകൊണ്ട് എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരാണ്, അവർക്കെല്ലാം ഇംഗ്ലീഷ് അറിയാൻ എനിക്ക് പറ്റുന്നില്ല. അന്ന് അവളെ പപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ നീ പ്രാർത്ഥിക്കുക. പപ്പയ്ക്ക് അന്ന് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെ അങ്ങനെ പഠിപ്പിക്കേണ്ടി വന്നത്. മോളെ ദൈവം മാനിക്കും. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആളുകളെ ഇംഗ്ലീഷ് പഠിപ്പിക്കത്തക്ക രീതിയിൽ മോൾക്ക് ദൈവം ബുദ്ധിയും ജ്ഞാനവും തരും. കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൾ അതിനുശേഷം നേഴ്സിംഗ് കഴിഞ്ഞ് OET എന്ന ആ കോഴ്സിൽ അവൾ അനേകരെ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച അനേക നേഴ്സുമാരെ, ഡോക്ടർമാരെ അവൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഞാൻ എൻ്റെ മകളെ പൊഴുത്തുവാൻ പറയുന്നതല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തത ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ അവൾ അനേകർക്ക് അവൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തു കൊടുത്തു. ദൈവം അവളെ മാനിച്ചു. ഇന്ന് ന്യൂസിലാൻഡിൽ അവൾ നേഴ്സായി ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കർത്താവ് അവൾക്ക് കൊടുത്തു. കർത്താവിനെ മാനിക്കുന്നവരെ കർത്താവ് മാനിക്കും. കർത്താവിനെ അറിഞ്ഞ് ജീവിച്ചാൽ ഒരിടത്തും നാം ലജ്ജിച്ചു പോകാൻ, ആമേൻ, ബൈബിൾ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചാൽ ഒരു മനുഷ്യനും ലജ്ജിക്കാൻ ഇടയാകുകയില്ല. കാരണം കർത്താവ് മനുഷ്യനല്ല. കർത്താവ് വാക്ക് പറഞ്ഞാൽ വാക്ക് മാറുകയില്ല. അവൻ്റെ വാക്ക് ഉവ്വ് എന്ന് തന്നെയാണ്. ആ കർത്താവിൽ, ആ നല്ലവനായ ദൈവത്തെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇതിൽപ്പൊരു ഭാഗ്യം ഇനി കിട്ടുവാനില്ല. ഹല്ലേലൂയ. ഇഹത്തിലും പരത്തിലും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലും ലോകത്തും എല്ലാവിധ നന്മകളും നൽകി നമ്മെ വഴി നടത്തുവാൻ നമ്മുടെ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. ആ കർത്താവിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട് അന്ത്യത്തോളം കർത്താവിൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്യണം. കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം. അതൊന്നു മാത്രമാണ് കുടുംബമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. അതിനുവേണ്ടി ഞങ്ങൾ ദൈവം സഹായിക്കേണ്ടതിനായി നിങ്ങളുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് നിർത്തുന്നു. ദൈവം ഇത്രത്തോളം സമയം അനുവദിച്ച് തന്നതിന്, ഇങ്ങനെ ഒരിക്കൽ കൂടി സാക്ഷിയായി നിൽപ്പാൻ ആയുസ്സും ആരോഗ്യവും തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടും ഈ ചാനൽ ഇങ്ങനെ അനുവദിച്ച് തന്ന കർത്താവിൻ്റെ ദാസനോട് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളിൽ നിർത്തുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.